ഹായ് കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്പനിയിനകത്ത് കണ്ടതുപോലെ തന്നെ സർപ്പദോഷത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ. അമിതമായിട്ടുള്ള വിശ്വാസം അന്ധവിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ അടുത്ത് ആരെങ്കിലും സർപ്പദോഷം സത്യമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും 100% സർപ്പദോഷം എന്ന് പറയുന്നത് സത്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. കാരണം അതിൻ്റെ ജീവിതാനുഭവമാണ്. ഞാൻ മുമ്പും വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ആക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ആദ്യമേ പറയാം, ഞാനൊരു കഥ രൂപേണ എൻ്റെ ജീവിതത്തിലെ അനുഭവം കഥ രൂപേണ ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുകയാണ്. അത് ആദ്യം മുതൽ അവസാനം വരെ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഈ കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത്, എന്നെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ പുത്തൂര് പാങ്ങോട് താഴം തോടൽക്കാവ് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് കേട്ടോ. അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട്. നാഗങ്ങൾക്ക് പ്രാധാന്യമുള്ള അമ്പലമാണ്. ഒരു വലിയ ഒരു നാഗപ്രതിഷ്ഠ തന്നെ കാവിനുള്ളിലുണ്ട്. നമ്മുടെ മേലൊക്കെ കോരിപ്പെരുക്കുന്ന രീതിയിൽ വലിയൊരു പ്രതിഷ്ഠ തന്നെ കാവിനുള്ളിലുണ്ട്. പണ്ടൊക്കെ ആയില്യം നടക്കുന്ന സമയത്ത് അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ വരുന്നവരുടെ അടുത്തൂടെയൊക്കെ കാലിൻ്റെ തൊട്ടടുത്തൂടെയൊക്കെ നാഗങ്ങൾ എഴഞ്ഞു പോകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവർ സഞ്ചാരികളായിരുന്നു ആ സമയത്തൊക്കെ. പിന്നീട് കളവെഴുത്തും പാട്ടുമൊക്കെ നടത്തി അതിനെയൊക്കെ അവരെയൊക്കെ ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് അങ്ങനെയൊന്നും കാണാത്തത്. എങ്കിലും ഇപ്പോഴായാലും ആയില്യ ദിവസങ്ങളിൽ, ആയില്യ പൂജയൊക്കെ നടക്കുന്ന ആ തൊട്ടടുത്ത ദിവസങ്ങളിലും ആയില്യ ദിവസങ്ങളിലും എല്ലാം അമ്പലമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാവരും കണ്ടിട്ടുണ്ട്. നാഗങ്ങളെ, സർപ്പങ്ങളെയും സർപ്പക്കുഞ്ഞുങ്ങളെയൊക്കെ കാണാറുണ്ട്. ഈ കഴിഞ്ഞ ആയില്യത്തിന് എൻ്റെ ഹസ്ബൻഡ് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് 7ാമത്തെ വയസ്സ് മുതൽ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ പറ്റുന്ന ആ 7 വയസ്സുള്ളൊരു കൊച്ചുകുട്ടിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കറിയാലോ. അന്ന് മുതൽ അമ്പലത്തിൻ്റെ കാര്യങ്ങളെല്ലാം അണ്ണനെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ഈ നിമിഷം വരെയും ജോലി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ അമ്പലത്തിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ വിശ്വാസമാണ് ഞങ്ങൾക്ക് അമ്പലം. ഞാൻ ഈ കഥ പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പുള്ള കാര്യം മുതൽ തുടങ്ങണം കേട്ടോ. എന്നാലും ഇതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ്. ഹസ്ബൻഡ് ഇലക്ട്രീഷ്യനാണ്, കോൺട്രാക്റ്റ് വർക്കാണ് കേട്ടോ. അപ്പം ഫരണിക്കാവ് എന്ന് പറയുന്നൊരു സ്ഥലത്ത്, ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പുള്ള സംഭവമാണ് പറയുന്നത്. ഫരണിക്കാവ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു റിട്ടയർഡ് അധ്യാപകൻ്റെ വീട്ടിലാണ് അണ്ണ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സാറ് റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിന് മുമ്പ് ആസ്ട്രോളജിയൊക്കെ പഠിച്ചിട്ടുണ്ട്. സാറിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ആളുകളൊക്കെ വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഹസ്ബൻഡിന് ഈ ഒരു ജ്യോതിഷനാണെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഒരു ദിവസം അണ്ണൻ്റെ അടുത്ത് ചോദിച്ചു, കല്യാണം ഒന്നും ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അണ്ണൻ പറഞ്ഞു, കല്യാണം നോക്കുന്നുണ്ട്, ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. പിറ്റേന്ന് ഗ്രഹനില കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞു. അണ്ണൻ ഗ്രഹനില കൊണ്ടുകൊടുത്തു. അപ്പം അണ്ണനും എനിക്കുമൊക്കെ വലിയൊരു ജ്യോതിഷത്തോട് വലിയൊരു പ്രാധാന്യം കാണിക്കുന്ന ആളല്ല കേട്ടോ. വീട്ടിൽ അച്ഛന് വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിനോടൊരു വലിയൊരു താല്പര്യം കാണിക്കാറില്ല. ഹസ്ബൻഡും അതേപോലെ തന്നെ തൊട്ടനും പിടിച്ചനും എല്ലാം പോയി ജ്യോതിഷം നോക്കുന്നൊരു സ്വഭാവം അണ്ണനും ഇല്ലാത്തതാണ്. പിറ്റേന്ന് അണ്ണൻ ഗ്രഹനില കൊണ്ടുകൊടുത്തു. സാറ് ഗ്രഹനിലയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, 4 മാസത്തിനുള്ളിൽ ഷാജിയുടെ കല്യാണം നടക്കും എന്ന് പറഞ്ഞു. അപ്പം അണ്ണൻ പറഞ്ഞു, ഓക്കെ ആയിക്കോട്ടെ സാറേ, നല്ല കാര്യമല്ലേ. അപ്പം ദിക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ ആയില്യം നാളിൽപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. 4 മാസമായി. 4 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു കേട്ടോ. ഇതിനിടയ്ക്ക് അണ്ണൻ പെണ്ണ് കാണാൻ വരികയും കല്യാണമൊക്കെ സെറ്റ് ആവുകയൊക്കെ ചെയ്തു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ അണ്ണന് ചെറിയൊരു വിശ്വാസം വന്നു. 4 മാസത്തിനുള്ളിൽ കല്യാണം നടക്കും എന്ന് പറഞ്ഞത് 4 മാസത്തിനുള്ളിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പകുതി കല്യാണമാണല്ലോ. ദിക്ക് കറക്റ്റായിരുന്നു. സാറ് പറഞ്ഞ ദിക്ക് തന്നെ ആയിരുന്നു. ഞാൻ ആയില്യം നാളിൽപ്പെട്ട ഒരു കുട്ടിയുമായിരുന്നു. അണ്ണന് ഭയങ്കരമായിട്ട് വിശ്വാസമായി. സാറിന് ഒരു വിശ്വാസം വന്നു. ഞങ്ങൾ ആ സമയത്ത് ഫോൺ ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ ആ ഫോൺ ചെയ്യുന്ന സമയത്ത് അണ്ണൻ സാറിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഇങ്ങനൊരു സാറിൻ്റെ വീട്ടിലാണ് വർക്ക് നടക്കുന്നത്, സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിന് 1 മാസം മുമ്പ് അവിടുത്തെ വർക്കൊക്കെ തീർന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു 1 മാസത്തിനുള്ളിലാണ് സാറിൻ്റെ മൂത്ത മകൻ്റെ കല്യാണം. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ കല്യാണത്തിന് പോയി. അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കല്യാണമൊക്കെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറേ, അണ്ണൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരും. പിന്നെ സാറുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, അങ്ങോട്ട് പോകുന്നതും ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ സാറിനെ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ പ്രഗ്നൻ്റ് ആയി 7ാമത്തെ മാസത്തിൽ പൊങ്കാലയുടെ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും സാറിനുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, സാറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ സാറ് ഡേറ്റൊക്കെ എടുത്ത് കുറിച്ച് വന്നു. 2 ആഴ്ചക്കുള്ളിൽ പൊങ്കാലയുടെ ഡേറ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സമയമില്ല, നാളെ വെച്ച് നോക്കിയിട്ട് സമയമില്ല. അപ്പോൾ അതെല്ലാം കുറിച്ച് വന്നിട്ട് പറഞ്ഞു, മോൾക്ക് നല്ല സർപ്പദോഷമുണ്ട്. അപ്പോൾ ഈ 2 ആഴ്ചക്കകത്ത് വെച്ച് അമ്പലത്തിൽ പോകാൻ പറ്റിയാൽ നല്ലതാണ്. പൊങ്കാല കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ.
2 ആഴ്ചക്കകത്ത് വെച്ച് എട്ടിക്കോട്ടൊക്കെ പോയിട്ട് സർപ്പദോഷമൊക്കെ മാറ്റിയ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അതല്ല പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് നോക്കണ്ട. കുഞ്ഞിന് ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് അമ്പലത്തിൽ കയറാൻ പറ്റൂ. പക്ഷെ കുഞ്ഞിനെ കൊണ്ടുപോയില്ലെങ്കിലും 56 കഴിയുമ്പം മോള് പോയിട്ട് ഈ ദോഷങ്ങളെല്ലാം മാറ്റണമെന്ന് പറഞ്ഞു. നമ്മൾ കുറിപ്പടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോരുന്നു. പിന്നെ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ 2 ആഴ്ചക്കകത്ത് അമ്പലത്തിൽ പോകുന്ന കാര്യമൊന്നും സത്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അത് പറഞ്ഞു. അന്നേരം കേട്ടപ്പോൾ ഒരു പേടിയൊക്കെ തോന്നിയായിരുന്നു. പിന്നെ നമുക്കില്ല പൊങ്കാലയുടെ സംഭവങ്ങളൊക്കെ നടത്തി കൂട്ടണം, അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് എൻ്റെ പൊങ്കാല കഴിഞ്ഞു. അമ്പലത്തിൽ പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും സാറിന് കാണുന്ന ഒന്നുമില്ല. എൻ്റെ ഡെലിവറി കഴിഞ്ഞു. ഡെലിവറി കഴിഞ്ഞ് മോൻ്റെ എന്ന് വെച്ചാൽ ആങ്കൊച്ചുങ്ങളാവുമ്പോഴേ 28-നല്ലല്ലോ, 28 കെട്ടുന്ന 27-നാണല്ലോ കെട്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ചോദിക്കാം എന്നും പറഞ്ഞ് ഹസ്ബൻഡ് സാറിനെ കാണാൻ പോയി. ഞാൻ ഡെലിവറി കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ സാറ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സാർ ആദ്യമാണ് എൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു. കുട്ടി എന്തെങ്കിലും പ്രത്യേകത കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ 20 ദിവസമായിട്ടേ ഉള്ളൂ. 28-ൻ്റെ ആ ഒരു സമയം നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അണ്ണൻ 10-20 ദിവസമുള്ള കുട്ടി എന്ത് പ്രത്യേകത കാണിക്കാനാണ്? പക്ഷെ അണ്ണൻ ഞാൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അണ്ണൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സാറിൻ്റെ അടുത്ത് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞിനെ കൊണ്ട് കാണിക്കത്തില്ലേ, അപ്പം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ണ് അടച്ചു പൂട്ടി ഇരിക്കുന്ന കൊച്ചുങ്ങളാണ്. അവർ പതുക്കെയാണ് കണ്ണ് തുറക്കുന്നത്. കണ്ണ് പുളിക്കുന്ന പോലെ തോന്നും, അടയ്ക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കുഞ്ഞുങ്ങളെ. ഞാൻ പ്രസവിച്ച് കഴിഞ്ഞ് നോർമൽ ഡെലിവറി ആയിരുന്നു. ഇവനെ തുടച്ച് വൃത്തിയാക്കി അപ്പുറത്തൊരു ടേബിളിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. ഇപ്പം ഞാൻ ചരിഞ്ഞ് കിടന്ന് ഇങ്ങനെ നോക്കുകയാണ് അവനെ. അപ്പോൾ അവൻ ഇങ്ങനെ ഒബ്സർവേഷനാണ് ഫുള്ള്. ലൈറ്റ് നോക്കുന്നു, ഫാൻ കറങ്ങുന്നത് നോക്കുന്നു, സിസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നോക്കുന്നു, ചരിഞ്ഞ് കിടന്ന് ലേബർ കോട്ടിൽ കിടക്കുന്ന എന്നെ നോക്കുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര ആ ഒരു കണ്ണടയ്ക്കുന്നത് അവൻ ഉറങ്ങുമ്പോൾ മാത്രമാണ് കണ്ണടച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഫുൾ ഒബ്സർവേഷനാണ്. അപ്പം സിസ്റ്റേഴ്സ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, ഇവൻ അമ്മയുടെ വയറ്റിൽ കിടന്നിട്ട് അവൻ ഫുൾ ഒബ്സർവേഷൻ ആണല്ലോ, പുറത്ത് വന്നിട്ട് ഇവനെല്ലാം ഇങ്ങനെ മാറി മാറി നോക്കുവാണല്ലോ എന്നൊക്കെ സിസ്റ്റേഴ്സ് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ റൂമിൽ വന്നിട്ട് ഞാനിത് പറഞ്ഞു, ഇവൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, നിങ്ങൾക്ക് കാണാൻ കൊണ്ടുവന്നപ്പോൾ അന്നേരം അവരും പറയുന്നു കാണാൻ കൊണ്ടുവന്നപ്പോൾ ഇവൻ കണ്ണു തുറന്നിരിക്കുക, എല്ലാവരും നോക്കുവാണ്. അതാണ് എൻ്റെ മനസ്സിലുണ്ട്. സാർ അതിൻ്റെ അടുത്ത് അത് പറഞ്ഞു. പിന്നെന്ന് വെച്ചാൽ 20 ദിവസം വരെ ഉള്ള സംഭവമാണ്. ഈ കുഞ്ഞുങ്ങൾ ഞെട്ടി ഉണരത്തില്ലേ, ഞെട്ടി ഉണരുമ്പോൾ ഇവർ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി ഉണരുമ്പോൾ ഇവൻ എപ്പോൾ അങ്ങനെ ഞെട്ടിയാലും ഇവൻ 2 കൈയും കൂപ്പി നെഞ്ചത്തോട്ട് ഇങ്ങനെ ചേർത്ത് വെക്കും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, കുഞ്ഞ് ഞാറ്റുവേല സമയത്ത് ഉണ്ടായതാണ്, ധനുമാസത്തിലെ തിരുവാതിരയാണ്, അവന് കുറച്ച് സ്പെഷ്യാലിറ്റീസൊക്കെ ഉണ്ട്. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. വളരെ ഭംഗിയുള്ളൊരു ബൗള്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഇവൻ വളർന്നു വരുന്ന സമയത്ത് അവൻ നിലത്തിട്ട് പൊട്ടിക്കുകയാണ്. അപ്പോൾ അമ്മയാണ് എപ്പോഴും കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്യുന്ന കുട്ടികളോട്. ഷീജയുടെ അടുത്ത് ആത്മസമീപനം പാലിക്കാൻ പറയണം. പെട്ടെന്ന് നമുക്ക് എത്രയ്ക്ക് ഇഷ്ടമുള്ള പ്രിയപ്പെട്ട ഒരു സംഭവം നിലത്ത് വീണ് പൊട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യുന്നത്, അവനെ അടിക്കും. പക്ഷേ അവനത് മൗൾഡ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവുള്ള കുട്ടിയാണ്, അവന് ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടിയാണ് എന്നൊക്കെ കുറേ കാര്യങ്ങൾ സാറ് പറഞ്ഞു. 20 ദിവസം പ്രായമുള്ളൊരു കുഞ്ഞിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാം, അവൻ ശിവഭക്തനാണ്, കടുത്ത ശിവഭക്തനാണ്. 2 വയസ്സ് മുതൽ അവൻ ചെണ്ട കൊട്ടാൻ തുടങ്ങി. 2 വയസ്സ് മുതൽ ചെണ്ട കൊട്ടി സ്വന്തമായിട്ട് ചെണ്ട കൊട്ടാൻ. ഇപ്പം പക്ഷെ ചെണ്ട കൊട്ടത്തൊന്നുമില്ല, പടം വരയ്ക്കും, നന്നായിട്ട് പടം വരയ്ക്കും. കൂടുതലും മഹാദേവൻ്റെ പടമാണ് കൂടുതലും വരയ്ക്കുന്നത്. ഡ്രോയിങ് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അവൻ നന്നായിട്ട് പടം വരയ്ക്കാനുള്ള കഴിവുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയുള്ള ക്രിയേറ്റിവിറ്റീസ്, മിനിയേച്ചർ ഫ്ലോട്ട്സ് ഉണ്ടാക്കും അവൻ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അണ്ണൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സാറ് പറഞ്ഞു. അപ്പം സാർ എന്നിട്ട് ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഷാജി ഞാൻ ഈ പറയുന്ന കാര്യം സീരിയസ് ആയിട്ട് തന്നെ കേൾക്കണം. ഞാൻ മുമ്പ് വന്നപ്പം കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷീജയ്ക്ക് സർപ്പദോഷം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. കടുത്ത സർപ്പദോഷം കാണുന്നുണ്ട് കുഞ്ഞിന്. അവനെ സർപ്പം തീണ്ടും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ നിലത്ത് പായക്കിട്ടിട്ട് കിടത്തത്തില്ലേ കുഞ്ഞിനെ, പണ്ടുള്ള അമ്മമാരൊക്കെ പറയും ഇവർ ഈ കൈയും കാലും ഒക്കെ ഉറയ്ക്കുന്നതും വളരുന്നതും ഒക്കെ ആ ഒരു കിടത്തയിലാണെന്നൊക്കെ പറയും. അങ്ങനെ കൊണ്ട് കിടത്താതിരിക്കുക കഴിയുന്നതും. കിടത്തുകയാണെങ്കിൽ കുഞ്ഞിൽ നിന്ന് ശ്രദ്ധ മാറിയേ ചെയ്യരുത്, അവനെ സർപ്പം തീണ്ടും, അവന് ആ കടുത്ത സർപ്പദോഷമാണെന്ന് പറഞ്ഞു.
അണ്ണൻ ഇതെല്ലാം കേട്ടു. വീട്ടിൽ വന്ന് എൻ്റെ അടുത്ത് സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ ഇങ്ങനെ സാറ് 2 വട്ടം പറഞ്ഞു, നിനക്ക് പൊങ്കാലയുടെ ഡേറ്റ് എടുക്കാൻ പോയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും പറയുന്നുണ്ട്, നീ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അന്നേരം കേട്ടപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. 3 മാസം കഴിഞ്ഞ് ഞാൻ ഡെലിവറിയൊക്കെ രക്ഷയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. അതെന്ന റൂമെന്ന് വെച്ചാൽ സീലിംഗ് ചെയ്തേക്കാണ് മുറി. ഒരു കാരണവശാലും അവിടെ ഒന്നും കയറത്തില്ല. അത്രയ്ക്കും ഒരു ഇതായിട്ടുള്ളൊരു റൂമാണ് ഞങ്ങളുടെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ. ഒരു ദിവസം 5-ാം മാസം ആവുന്നു ഇപ്പോൾ ഇവന്. ഞാൻ 3 മാസം കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിൽ വന്നു. 5 മാസം ആവാറായ സമയത്താണിത്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ ഗണപതി അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അവന് ചോറ് കൊടുക്കാമെന്ന്. എനിക്കൊരു കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ചോറ് കൊടുക്കാമെന്ന് എനിക്ക് മനസ്സിലൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവന് ചോറ് കൊടുത്തിട്ടില്ല. ചോറൊക്കെ കൊടുക്കാറായി വരുന്ന സമയമാണ്. ഒരു ദിവസം വൈകുന്നേരം ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെ ഇല്ല. അമ്മ കുടുംബ വീട്ടിലോട്ട് പോയേക്കുമായിരുന്നു. ഞങ്ങൾ 3 പേരേ ഉള്ളൂ, ഞാനും ഹസ്ബൻഡും മോനും. വൈകുന്നേരം ഞങ്ങൾ ജംഗ്ഷനിലൊന്ന് പോകാം, പുത്തൂർ ജംഗ്ഷനിലൊന്ന് പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പം ഒരു മഴ പെയ്തു. വേനൽ മഴയാണ്, ഭയങ്കര കൊടും ചൂടത്ത് പെയ്തൊരു മഴയായിരുന്നു. കുറച്ച് സമയമുള്ളായിരുന്നു, ഒന്ന് പെയ്തു. അപ്പം ഞങ്ങൾ മഴയൊക്കെ തോർന്നു കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. രാത്രി കുറേ ലേറ്റായാണ് കിടന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, 11 മണിക്കൊക്കെ ശേഷമാണ് ഞാൻ ഉറങ്ങാൻ പോയത്. കാരണം ഇവൻ കുഞ്ഞായതുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലത്തേക്കുള്ള സംഭവങ്ങളെല്ലാം ഞാനൊന്ന് അരിഞ്ഞ് ഫ്രിഡ്ജിലൊക്കെ വെക്കാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒത്തിരി ലേറ്റായി. ഇവനുള്ള ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ പറയാം. ഒരു മുട്ടുസൂചി, ഉറക്കത്തിലൊരു മുട്ടുസൂചി തറയിൽ വീണാലും ഇവൻ എഴുന്നേൽക്കും, ഇവൻ ഉണരും. പെട്ടെന്നൊരു കുഞ്ഞു സൗണ്ട് കേട്ടാലും അവൻ ഉണരും. ഇവനെ ഉറക്കിക്കൊണ്ട് കിടത്തിയിട്ട് എന്തെങ്കിലും ജോലി നോക്കാമെന്ന് വിചാരിച്ചിരുന്നു, ഒരു കാക്ക വന്നിരുന്ന് പുറത്തിരുന്ന് കരഞ്ഞാലും ഇവനത് കേട്ട് ഉണരും. അങ്ങനെ ഒരു സ്വഭാവമാണ്. പിന്നെ അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പം 2 മണിക്കൂർ, കറക്റ്റ് 2 മണിക്കൂർ ഇടവിട്ട് ഇവൻ ഉണർന്ന് പാല് കുടിക്കാറുണ്ട്. അപ്പോൾ ഇവൻ ഉണർന്ന് പാല് കുടിച്ചിട്ട് ഇവൻ അന്നേരം ഉറങ്ങത്തില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഉറങ്ങത്തുള്ളൂ. ഇവൻ ഉറങ്ങിക്കഴിഞ്ഞാലേ എനിക്ക് ഉറങ്ങാൻ പറ്റും. അങ്ങനെയാണ് അവൻ്റെ ഒരു സ്വഭാവ രീതി. അതാണ്. 11 മണിക്ക് ഞാൻ ചെന്ന് കിടന്നു. ഞാൻ നല്ല ഉറക്കം, ഗാഢനിദ്ര, വെളുപ്പാങ്കാലം 2 മണി സമയം. അപ്പോൾ ഈ സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ് ഇവൻ്റെ കുഞ്ഞു വിരൽ. അവൻ്റെ ഈ കുഞ്ഞു വിരലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ ഇവിടുന്ന് ഈ നെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ കഴുത്തിലോട്ട് ഇവൻ്റെ കുഞ്ഞു വിരലിൻ്റെ ഒരു സ്പർശം, ആ ഒരു ഫീലിങ്സ് എനിക്ക് ഉണ്ടാവുന്നുണ്ട്. നല്ല തണുപ്പാണ്. അപ്പോൾ ഉറക്കത്തിലാണ് ഞാൻ. അപ്പോൾ ഞാൻ മനസ്സിൽ കാണുകയാണ്, ഇവനെ ഉണർത്താതെ പതുക്കെ കൈ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വെക്കാം. ഇവൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. അവന് പാല് കുടിച്ച് അവന് ഉറങ്ങുന്നവരെ ഞാൻ ഉറങ്ങാതിരിക്കും. പിന്നെ നല്ല ഉറക്കം എനിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇവന് ഉണർന്നിട്ടില്ല, ഉണർന്നാൽ ഇവൻ കരയും. അപ്പോൾ ഇവൻ്റെ കൈ ഞാൻ സേഫാക്കി വെക്കാം എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ തൊട്ടപ്പോൾ എൻ്റെ ഈ കയ്യിൽ എന്തോ ഒരു ഞൊളയ്ക്കുന്നു. അപ്പം അറിയാലോ, ഒരു സംഭവത്തെ തൊടുമ്പം ഈ കയ്യിലുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇങ്ങനെ ഞൊളയ്ക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഒരു ബൗളിനകത്ത്, സ്റ്റീൽ ബൗളിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് സ്റ്റീലിൻ്റെ തന്നെ അടപ്പും എടുത്തിട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു മേശയുണ്ട്, ആ മേശയുടെ മുകളിലോട്ട് വെച്ച് അടച്ചു വെച്ചേക്കും. അന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വന്ന് ഞൊളച്ച സമയത്ത് ഇതിനെ എടുത്ത് എറിഞ്ഞു. അപ്പോൾ ഈ എറിഞ്ഞത് വന്ന് വീണത് ഈ സ്റ്റീലിൻ്റെ അടപ്പ് വെച്ച് അടച്ചേക്കുന്ന ആ ഒരു ബൗളിൻ്റെ മുകളിൽ വന്ന് വീണ സൗണ്ട് ഞാൻ കേട്ടു. ഞാൻ പെട്ടെന്ന് ഉണർന്നു. അപ്പം ഞങ്ങളുടെ റൂമിൽ 0 ബൾബുണ്ട്. അപ്പം ഞാൻ ഉണർന്നില്ലെങ്കിൽ തന്നെയും ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് ഉണർന്ന് ഇവൻ മുഖത്ത് തുണി ഇട്ടിട്ടുണ്ടോ, തുണി വലിച്ചിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കും. ഇടയ്ക്കിടയ്ക്ക് അണ്ണൻ ഉണരും. അപ്പം ഞാൻ നോക്കിയപ്പോൾ അണ്ണൻ നല്ല ഉറക്കമാണ്, ഇവനും നല്ലതുപോലെ ഉറങ്ങുവാണ്. ഞാൻ അണ്ണനെ വിളിച്ചു. അണ്ണൻ എണ്ണീറ്റു. അപ്പം ഞാൻ പറഞ്ഞു, അണ്ണ എൻ്റെ ഇവിടുന്ന് ഞാൻ എന്തോ എടുത്ത് കളഞ്ഞു, പാമ്പാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ അണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ പാമ്പ് ഇവിടെ എങ്ങനെ പാമ്പ് വന്ന് കയറാനാ? അപ്പം ഞങ്ങളുടെ 4 ചുറ്റും റബ്ബറും തോട്ടമാണ്, അതിൽ വലിയ നീളമുള്ള അട്ടയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അണ്ണൻ പറഞ്ഞു, വല്ല അട്ടയെങ്ങാണോ ആയിരിക്കും, വല്ല പാറ്റയെങ്ങാണോ ആയിരിക്കും, പാമ്പ് എന്നും പറഞ്ഞിട്ട് അണ്ണൻ എഴുന്നേറ്റു. അപ്പം ഞാൻ ഈ എറിഞ്ഞ ഭാഗത്തോട്ട് തന്നെ നോക്കി ഞാനിങ്ങനെ കിടക്കുകയാണ്. എനിക്കാണ് ഫീലിങ്സ്, ഇവിടെ എനിക്കങ്ങ് പെരുക്കുന്നത് പോലെയോ കൈക്കകത്ത് എന്തോ പോലെയോ ഒക്കെ നിങ്ങൾക്ക് തോന്നുവാണ്. അപ്പോൾ അണ്ണ അവിടെ ചെന്നിട്ട് മേശയുടെ അവിടെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് തോന്നി, ഇവിടെ ഒന്നുമില്ല, നിനക്ക് തോന്നിയതായിരിക്കും എന്നും പറഞ്ഞ് കണ്ട് ഞങ്ങളുടെ റൂം തുറന്ന് ആ ഡൈനിങ് ഏരിയയിലോട്ട് ഇറങ്ങി, യൂറിൻ പാസ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ എനിക്കല്ലേ ഫീൽ വന്നത്, ഞാനിങ്ങനെ ആ എറിഞ്ഞ ഭാഗത്തോട്ട് തന്നെ നോക്കിക്കൊണ്ട് കിടക്കുവാണ്. അപ്പോഴ് ആ മേശയുടെ കീഴിൽ നിന്ന് നാക്ക് നീട്ടിക്കൊണ്ട്, നാക്ക് ചലിപ്പിക്കത്തില്ലേ, അങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് ഒരു പാമ്പ് എഴഞ്ഞു ഞാൻ കിടക്കുന്നിടത്തോട്ട് വരുന്നുണ്ട്.
അപ്പം ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു, അണ്ണാ പാമ്പെന്ന് പറഞ്ഞു. അപ്പം അണ്ണൻ ഇങ്ങനെ നോക്കിയതും അതിനെ കണ്ടു. അപ്പോൾ പണ്ടുള്ള അമ്മയും അച്ഛനും ഒക്കെ ഉറങ്ങുന്ന ആ ഒരു കതവിൻ്റെ സൈഡിലൊക്കെ വലിയ നീളമുള്ള വടി വെച്ചേക്കും, വലിയ നീളമുള്ള വടി, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അമ്മ കിടക്കുന്ന ആ കതവിൻ്റെ സൈഡിൽ ഒരു നീളമുള്ള വടി ഇരിപ്പുണ്ടെന്ന് അണ്ണനറിയാം. ഇപ്പോൾ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്, ഇതിനെ ഒന്ന് ഉപദ്രവിച്ചുകൂടാന്നറിയെങ്കിലും നമുക്ക് പെട്ടെന്നുണ്ടാകുന്നൊരു സഡൻ ആക്ഷനാണത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. അണ്ണൻ അതിനെ എടുത്തു, ഒരടി കൊടുത്തു. ഇത് എഴഞ്ഞങ്ങ് കട്ടിലിൻ്റെ കീഴിലോട്ട് അങ്ങ് കയറിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് അണ്ണൻ പറഞ്ഞു, നീ അവിടെ നിന്ന് എടുത്ത് ഈ ഡൈനിങ് ഏരിയയിലോട്ട് ചാടാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരുവാണ്. ഞാൻ പറഞ്ഞു, കുഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ അണ്ണൻ പറഞ്ഞു, നീ ചാടിക്കോ, ഞാൻ അവനെ എടുത്തോളാന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇപ്പുറത്തോട്ട് ചാടി. അണ്ണൻ വന്നിട്ട് കൊച്ചിനെ എടുത്തു. വെളിയിലിറങ്ങി ആ ഡൈനിങ് ഏരിയയിൽ ആ ഭാഗത്തോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ റൂം പുറത്തു നിന്ന് കുറ്റിയിട്ടു. പിന്നെ ഒരു കാരണവശാലും അതിനകത്തുനിന്ന് ആ സംഭവം പുറത്തോട്ട് പോവില്ല. ഇത്രയും സംഭവം നടന്ന് ഞങ്ങൾ ഇത്തിരി നേരം അവിടെ നിന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിന്നു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അതിഭയങ്കരമായ ഒരു മഴ പെയ്തു. ആ ഇടയ്ക്കൊന്നും അങ്ങനൊരു മഴ പെയ്തിട്ടേ ഇല്ല. ശക്തമായ മഴ പെയ്തു, കറണ്ട് പോയി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു പക്ഷേ കറണ്ട് പോവും, മഴ പെയ്യും, കറണ്ട് പോവും, ഈ സംഭവത്തെ ഞാനെടുത്ത് എറിയും, എന്തുവാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല, റൂമിൽ ഇരുട്ടാണ്. അതല്ല, ഇതൊന്നും സംഭവിച്ചില്ല. അതിനൊക്കെ മുമ്പാണെങ്കിൽ ഹസ്ബൻഡ് ഇടയ്ക്ക് കുഞ്ഞിനെ നോക്കാനായിട്ട് ശ്രദ്ധിക്കും, ഉണരുമെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അണ്ണൻ ഇടയ്ക്ക് വെച്ച് ഉണർന്നു ഇവനെ നോക്കുന്ന സമയത്ത് എൻ്റെ ഇവിടെ ഒരു പാമ്പിരിക്കുന്നു. അണ്ണൻ എന്ത് ചെയ്യും? അണ്ണൻ എന്നെ വിളിക്കാൻ പറ്റുമോ? അണ്ണൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? പക്ഷെ ഇതിനൊന്നും വഴിവെച്ചില്ല. ഇതിനൊന്നും വഴിവെക്കാതെ ഇതെല്ലാം ഒരു നിമിഷത്തിനുള്ളിൽ നടക്കുന്ന രീതിയിൽ ആ തോണ്ടിൽക്കാവിലമ്മ, ആ നാഗദൈവങ്ങളെ ഞങ്ങളുടെ മുമ്പിലോട്ട് അയച്ചു. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കി. എനിക്കിപ്പോഴും ആ കാര്യം പറയുമ്പോൾ എനിക്ക് കരച്ചിൽ വരാറുണ്ട്. കാരണം ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണിത്. എൻ്റെ കുഞ്ഞിനെ സർപ്പം തീണ്ടു എന്ന് തന്നെ പറഞ്ഞിരുന്നു. പെട്ടെന്ന് വെളിയിലിറങ്ങിയിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത്. സാറ് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഓർമ്മ വരുവാണ്. ഒരു മുട്ടുസൂചി വീഴുന്ന സൗണ്ട് കേട്ടാൽ ഉണരുന്ന കുഞ്ഞ് ഉണരുന്നില്ല. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടോ അവന് ഉണരുന്നില്ല. ആകെ പേടിയായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. തൊട്ടടുത്ത വീട്ടിൽ ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. 2:30 മണി സമയത്ത് സാറിനെ വിളിച്ചു. ഭയങ്കര മഴയാണ്, അപ്പോഴും ഭയങ്കരമായിട്ട് തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക മഴ. അപ്പോൾ സാറ് ആ സമയത്ത് കുടയൊക്കെ നോക്കി പിടിച്ച് വന്നു. ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. സാറിന് എന്തോ ചെയ്യണമെന്ന് അറിയാൻ വേദിരിക്കുക. ഞാൻ പറഞ്ഞു, സാറേ കുഞ്ഞ് അനങ്ങുന്നില്ല, അവന് ഉണരുന്നില്ല, അവന് ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഉണരുന്നതാണ്, അവന് ഉണരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് കാലിലും കയ്യിലും ഒക്കെ ടോർച്ചടിച്ച് നോക്കി. സാറ് പറഞ്ഞു, അവനൊന്നും ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, അവൻ ഉണർന്നോളും, അവൻ ഉറങ്ങുവാണെന്ന് പറഞ്ഞു. ഒരു മണിക്കൂറോളം സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാറിനെ ഞങ്ങൾ തന്നെ പറഞ്ഞു വിട്ടു. സാർ പോയി കിടന്നോളാൻ പറഞ്ഞു. സാർ പോയി. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമവും ടെൻഷനും ഒക്കെ ഉണ്ട്. അവന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവൻ സാധാരണ പോലെ ഉണർന്നു, പാല് കുടിച്ചു. കരയുമായിരുന്നു ഞാൻ അന്നേരം കേട്ടോ. അവനെ ഉറക്കി അമ്മ കിടക്കുന്ന കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ഞങ്ങൾ നേരം വെളുക്കുന്നവരെ ഉണർന്നിരുന്നു. ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇങ്ങനൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുള്ള കാര്യങ്ങൾ പോലും അല്ലല്ലോ ഇതൊന്നും. ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇരുന്ന് നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഹസ്ബൻഡിൻ്റെ കുറച്ച് കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. അവിടെ മൊത്തം അരിച്ചു പറക്കി നോക്കി. റൂമിനകത്തുള്ള സാധനങ്ങൾ ഫുള്ള് ഈ ഡൈനിങ് ഏരിയയിൽ വാരിയിട്ട് നോക്കി. കട്ടിൽ വരെ തിരിച്ചിട്ടിട്ട് നോക്കി. ഒരു 3 മണി വരെ സെർച്ച് ചെയ്തിട്ടും സംഭവത്തെ കാണുന്നില്ല. അവസാനം അവർ പറഞ്ഞു, തോന്നിയതായിരിക്കും ഷാജി, അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും കണ്ടു എന്ന് പറഞ്ഞു. അപ്പം അന്നത് കണ്ട് ഇങ്ങനെ കാണിക്കാനായിട്ട് വന്നതായിരിക്കും. ഇവിടെ ഇല്ലല്ലോ സംഭവം, ഇവിടെ പോയി, ഇത്രയും സംഭവങ്ങൾ എടുത്ത് വെച്ച് നോക്കിയിട്ടൊന്നും കാണുന്നില്ല എന്നുകൊണ്ട് അവരങ്ങ് പോയി. പക്ഷേ അണ്ണൻ കണ്ടതാണ്, അണ്ണനൊരു അടി കൊടുത്തതാണ്. അണ്ണൻ ആ നോട്ടം അണ്ണൻ ഉപേക്ഷിച്ചില്ല. കാരണം ഞങ്ങൾക്ക് ആ റൂമിൽ കിടന്ന് ഉറങ്ങേണ്ടതാണ് പിന്നീടായാലും. ഞാൻ വെളിയിലാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പ്രോപ്പറായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്തോ ഭക്ഷണം എന്തൊക്കെയോ ഒന്ന് ഒരുക്കി കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ആകെ അപ്സെറ്റാണ്. അണ്ണൻ അങ്ങനെ എല്ലായിടവും നോക്കി. ഞങ്ങൾക്കൊരു തടിയലമാര ഉണ്ടായിരുന്നു കേട്ടോ. അതെന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റത്തില്ല. അപ്പം അണ്ണ അതിൻ്റെ കീഴിൽ ടോർച്ചൊക്കെ അടിച്ച് നോക്കി. അപ്പം ഒരു കുപ്പി അങ്ങേ അറ്റത്ത് ഉരുണ്ട് അടപ്പില്ലാതൊരു കുപ്പി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ കുപ്പിക്കകത്ത് എന്തോ സംഭവം ഇരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. 2-3 വട്ടം തട്ടിയതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തട്ടി നോക്കിയൊക്കെ ചെയ്തതാണ്. ലാസ്റ്റ് അണ്ണൻ ആ കുപ്പി ഇങ്ങോട്ട് ഉരുട്ടിയിട്ട് നോക്കിയപ്പോഴും ഈ സംഭവം അതിനകത്ത് കയറിയിരിക്കുക. താഴോട്ട് തലയിട്ട് താഴോട്ട് ഇറങ്ങി. പക്ഷെ മുകളിലോട്ട് കയറി വരാൻ പറ്റാത്ത രീതിയിലായിപ്പോയി, കുടുങ്ങിപ്പോയി. അണ്ണൻ അതിനെ നീക്കിയിട്ട് ഒരു തുണി കൊണ്ട് വാവട്ടം കെട്ടി. അടപ്പ് കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ, അടപ്പില്ലാത്തൊരു കുപ്പിയായിരുന്നു,
വേറെ എന്തെങ്കിലും അടപ്പ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടി ചത്തു പോകണ്ടെന്ന് കരുതി ഇങ്ങനെ ബാവട്ടം കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനത്തിലിരിക്കുകയാണ്. നമ്മുടെ അയൽപ്പക്കത്തുള്ള വീടുകളിലൊക്കെ കാണിച്ചവരെല്ലാവരും കണ്ടായിരുന്നു സംഭവം. ഒരു ശംഖുവരയൻ പാമ്പായിരുന്നു കേട്ടോ. എൻ്റെ ഈ കൈയുടെ അത്രയും നീളം ഉണ്ടായിരുന്നു. ശംഖുവരയൻ പാമ്പിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ പല്ലുകളെന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് പല്ലുകളാണ്. ഇതിൻ്റെ ബനമെന്ന് പറഞ്ഞാൽ ഭയങ്കര വീര്യമുള്ള വിഷമാണ് ഇതിന്. ഈ സോഫ്റ്റ് പല്ലായതുകൊണ്ട് തന്നെ നമ്മളെ കടിക്കുന്നതൊന്നും നമ്മൾ അറിയില്ല എന്നാണ് പറയുന്നത്. പതുക്കെ നമ്മുടെ ഈ വിഷം നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യത്തുള്ളൂ. അതിഭയങ്കര വിഷമുള്ളൊരു പാമ്പാണ് ശംഖുവരയൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിൻ്റെ ഒരു സോഫ്റ്റ് പല്ലായതുകൊണ്ട് തന്നെ കടിക്കുന്നതും അറിയത്തില്ല. പതുക്കെ വിഷം കയറത്തുള്ളൂ. അങ്ങനെയാണ്. കൂടുതൽ ആഴത്തിൽ ഇത് കടിക്കില്ല എന്നാണ് പറയുന്നത്. സാധാ പാമ്പുകൾ കടിക്കുന്ന പോലെ ആഴത്തിൽ ഇതിൻ്റെ പല്ല് പോവില്ല എന്നാണ് പറയുന്നത്. ഈ സംഭവത്തെ കണ്ടു. അപ്പോൾ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. കൊന്നു കളയുന്നത് ദോഷമാണെന്ന് തന്നെ അറിയാവുന്നതുകൊണ്ട് നമ്മുടെ കല്ലടയാറ് വേലമൊഴി കടവ് തൊട്ടടുത്താണ്. അവിടെ കൊണ്ടുവന്നിട്ട് അണ്ണൻ ഇതിനെ തുറന്നു വിട്ടു. ഈ വാവട്ടം കെട്ടിയത് അതിനെ തുറന്നു വിട്ടു. ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ അപ്സെറ്റാണ്. ആ സമയത്ത് ഈ സാറിനെ വിളിച്ചു അണ്ണൻ. വിളിച്ചപ്പോൾ സാറിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാറിന് അന്നേരം കണ്ട കാര്യങ്ങൾ സാറ് പറഞ്ഞു എന്നേ ഉള്ളൂ. സാറിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാർ എൻ്റെ കയ്യിലോട്ട് തരാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു, മോള് വിഷമിക്കണ്ട, സർപ്പം കയറിയ ശരീരം പുണ്യശരീരമായിട്ട് കണ്ടാൽ മതി. കാരണം കാലിലോ കയ്യിലോ ഒന്നുമല്ല, നെഞ്ചത്ത് കയറിയിരുന്നിട്ട് കഴുത്തിന്ന് ഇതിനെ എടുത്ത് കളയുവാന്ന് വെച്ചാൽ അത് ഉപദ്രവിക്കാൻ വന്നതല്ല. അമ്പലത്തിൽ നിന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പും പറഞ്ഞില്ലേ, ഇങ്ങനെ കടുത്ത ദോഷത്തിലിരിക്കുമായിരുന്നു കുട്ടി അന്ന്. ഇപ്പം കുഞ്ഞിനും ദോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവനെ സർപ്പം തീണ്ടു എന്ന് തന്നെ പറഞ്ഞില്ലേ. അപ്പം എൻ്റെ കുഞ്ഞിനെ സർപ്പം തീണ്ടാൻ വന്നതായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു നാഗദോഷത്തിൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞിന് അങ്ങനെ ഒരു ദോഷം ഉണ്ടായതിൻ്റെ പേരിൽ ഒരു പക്ഷേ അവന് അത് തീണ്ടാൻ വന്നതായിരിക്കും. ഒരമ്മയെന്ന രീതിയിൽ ഈശ്വരൻ അതെല്ലാം എന്നെക്കൊണ്ട് നടത്തിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. 9 വയസ്സ് വരെ അവന് നല്ല ദോഷമായിരുന്നു. പിന്നെ അതിനൊക്കെ ശേഷം പിന്നെ വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. 9 വയസ്സ് വരെ അവന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ 16-ാമത്തെ വയസ്സാണ്. അപ്പോൾ ഇതെൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ സർപ്പദോഷം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിച്ച് കളയരുത് കേട്ടോ. അതിലൊക്കെ ഒരു സത്യമുണ്ട്. എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നന്ദി.